ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരിയുടെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ചെക്കോട്ട, പ്യുവർ കോട്ടൺ ചെക്കോട്ട സാരി, അതുപോലെ സിൽക്കി കോട്ട, സൂപ്പർ നെറ്റ് കാറ്റഗറിയിൽ വരുന്ന സിൽക്കി കോട്ട സാരീസുമാണ് കാണിക്കുന്നത്. നമ്മൾ പ്ലെയിൻ സാരി ആയിട്ട് കൊടുക്കുന്നത് ഈ രണ്ട് മെറ്റീരിയൽ കൂടാതെ ഓർഗൻജിയും അതുപോലെ മംഗൾഗിരി പട്ട് സാരീസുമാണ് ഇപ്പം നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഓർഡർ വരുന്ന വർക്ക് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് എടുത്ത് ചെയ്യുക ചെയ്യുന്നത്. പ്ലെയിൻ സാരീസ് ആയിട്ട് ഈ 4 മെറ്റീരിയൽ തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ് കാണാം. ഫസ്റ്റ് നമുക്ക് സൂപ്പർ നെറ്റ് സാരീസ് തന്നെ കാണാം. നമുക്ക് സിൽക്കി കോട്ടയിൽ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. അതിനകത്ത് സൂപ്പർ നെറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമ്മൾ പ്ലെയിൻ സാരീസിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷനിലാണെങ്കിലും അതുപോലെ നമ്മുടെ കസ്റ്റമൈസേഷനിലൊക്കെ ആണെങ്കിലും നമ്മൾ കോട്ടൺ ചെക്കോട്ടയുടെ ചെക്സ് വരുന്ന സിൽക്കി കോട്ട സാരീസ് കാണിക്കാറുണ്ട്. അത് നമുക്ക് പ്ലെയിൻ സാരി ആയിട്ട് അവൈലബിൾ അല്ല. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. നമുക്ക് ഈ ഒരു സൂപ്പർ നെറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ വരുന്ന സിൽക്കി കോട്ട സാരിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ട്രാൻസ്പെറൻസി വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് സിംഗിൾ ലെയറിൽ അത്യാവശ്യം ട്രാൻസ്പെറന്റ് തന്നെയാണ് സിൽക്കി കോട്ട. പക്ഷെ നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടെ അത് കവർ ആകും. എന്നാലും ഒത്തിരി മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഒരു കോട്ടൺ മിക്സ് വരുന്ന ഫാബ്രിക് അല്ലെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഹോൾസ് ഉള്ള പോലെ കോട്ട ഫാബ്രിക് ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു സമ്മർ സീസണിലൊക്കെ ആണെങ്കിലും നമുക്ക് ചൂടെടുക്കാതെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കോട്ടൺ പോലെ നമുക്ക് വാഷ് ചെയ്യാനായിട്ടോ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വാഷ് ചെയ്യാനായിട്ടൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. ഇതിനകത്ത് നമ്മൾ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡായിരുന്നു. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇത് നമുക്ക് കുറെ നാളുകൾക്ക് ശേഷമാണ് റീസ്റ്റോക്ക് ആയത്. സിൽക്കി കോട്ടയിൽ എപ്പോഴും നമുക്ക് ഷെയ്ഡ്സ് പിന്നെ ചിലപ്പോൾ വരണമെന്ന് തന്നെ ഇല്ല. ചില ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് എപ്പോഴും എല്ലാ ഷെയ്ഡ്സും ഒരുപോലെ ആയിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ ലൈറ്ററായിട്ടും ഡാർക്കറായിട്ടും ഒക്കെ വരുന്നത്. അതുപോലെയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ ഇത്. ഈ ഗ്രീൻ ഷെയ്ഡ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ല. പക്ഷേ ഇതിന് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവാറുള്ള ഒരു ലൈറ്റർ വേർഷൻ ഉണ്ട്. ഇതുണ്ടോ, തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നാൽ രണ്ട് ഗ്രീൻ തന്നെയാട്ടോ. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. മിക്കവാറും നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ, എക്സാക്ട് പിസ്ത ഗ്രീൻ. നമ്മൾ ചെക്കോട്ടായി കാണിക്കുന്ന പിസ്ത ഗ്രീൻ അല്ല, എക്സാക്ട് ആ പിസ്തയുടെ ഷെയ്ഡ് വരുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് നമുക്കിത് നോർമലി എപ്പോഴും അവൈലബിൾ ആവാറുള്ള ഒരു ഗ്രീനാണ്. ഈ ഒരു ഡാർക്കർ ഗ്രീനും നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് അതുപോലത്തെ തന്നെ ഒരു റയർ ഷെയ്ഡാണ്, നമ്മുടെ ലെമണല്ലോ ഷെയ്ഡ്. ലെമണല്ലോ നമുക്ക് സിൽക്കി കോട്ടയിൽ വന്ന് തുടങ്ങിയിട്ട് അധികം നാളായില്ല. അങ്ങനെ വന്നിട്ടും കുറേ സമയത്തേക്ക് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വീണ്ടും വരുന്നത്. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്ന ഒരു ഷെയ്ഡാണ് ലെമണല്ലോ. ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഈ ഒരു കളർ വന്നിട്ടേ ഉള്ളൂ. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഈ ലെമണല്ലോ വരുമ്പം എനിക്ക് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ പേർക്കൊക്കെ ഞാൻ പേഴ്സണലി ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഈ ലെമണല്ലോ കിട്ടിയിട്ടുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ലെമണല്ലോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പീച്ച് കളർ എന്ന് പറയാൻ പറ്റും. ഒരു പീച്ച് യെല്ലോ ഷെയ്ഡാണ്. എക്സാക്ട് ഈ പറഞ്ഞ പോലെ പീച്ച് അല്ല, നമ്മുടെ ഒരു ക്രീം കളറിന്റെ ഒരു ഡാർക്കർ വേർഷൻ, ഡാർക്ക് ക്രീം എന്ന് വല്ലതും പറയാം. ഒരു യെല്ലോയുടെ ഷെയ്ഡ് വേണ്ടിയ ആൾക്കാരൊക്കെ നമുക്ക് നേരത്തെ ഈ ഒരു ലെമണലോയ്ക്ക് പകരം ഈ ഒരു ഷെയ്ഡാണ് കൂടുതലും കൊണ്ടുപോയത്. ഇച്ചിരി പീച്ചിഷ് യെല്ലോ എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. കൂടുതലും നമുക്ക് ഈ ഒരു സിൽക്കി കോട്ടയിൽ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. കുറച്ച് 1-2 ഡാർക്കർ ഷെയ്ഡ്സ് കൂടെ ഉണ്ട്. ഇത് നമ്മുടെ ചിക്കു ഷെയ്ഡും നമുക്ക് നേരത്തെ നമ്മൾ മിഷൻ എംബ്രോയിഡറി ചെയ്ത ഒരു സാരി ഉണ്ടായിരുന്നു. അത് സെയിം റിപ്ലിക്ക കണ്ടിട്ട് ആ സെയിം സാരി കിട്ടുമോ, അത് സെയിം ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി എൻക്വയറീസ് വന്നതാണ്. നമുക്ക് ഇപ്പോൾ ഈ ഷെയ്ഡ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി എല്ലാ സാരിയെക്കുറിച്ചും ഒരുപാട് എക്സ്പ്ലനേഷൻ തരുമ്പോഴത്തേനും വീഡിയോ നീണ്ടു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കഴിവതും ഈ പറഞ്ഞ ഷോർട്ടായിട്ട് പറയുവാണ്. ഇത് പീച്ച് ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. എക്സാക്ട് പീച്ച് വരുന്ന ഒരു ഷെയ്ഡാണ്. ഒത്തിരി ഡാർക്കർ പീച്ചും അല്ല ലൈറ്റർ പീച്ചും അല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ്. ഇത് നമുക്കൊരു ഒണിയൻ ഷെയ്ഡാണ് വരുന്നത്. ഒണിയൻ ഷെയ്ഡ് വരുന്ന സാരിയാണ്. നമുക്ക് ചെക്കോട്ടെ വരുന്ന ഒണിയൻ ഷെയ്ഡ് അല്ല, ശരിക്കും ഒരു മൂവാ ഷെയ്ഡ് വരുന്നത്. നമുക്ക് ചെക്കോട്ടയിൽ ഇതിന്റെ ഇച്ചിരി ലൈറ്റർ വേർഷൻ മൂവാ ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഒണിയൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡറും നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ്, കുറച്ചുകൂടി ഒരു പ്ലസന്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഒരു ചെറിയൊരു ഡൾനെസ് വരുന്ന ലാവൻഡർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ലെമണല്ലോ മാത്രമേ നമുക്ക് പുതിയ വന്ന സ്റ്റോക്കിൽ നിന്ന് ഞാൻ എടുത്ത് കാണിച്ചുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വേറെ ഏതൊക്കെ ഷെയ്ഡ്സ് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോട്ടോസിൽ ബാക്കി ഷെയ്ഡ്സ് ഒക്കെ കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡ്. ബേബി പിങ്കും ലാവൻഡറും തമ്മിൽ ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് വരത്തില്ല. നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. വീഡിയോയിൽ കാണുമ്പോഴും ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു പിങ്ക് ലാവൻഡർ ഷെയ്ഡ് ഏകദേശം സിമിലർ ഷെയ്ഡ്സ് ആയിട്ട് വരുന്ന പോലത്തെ അത്രയും നല്ല ലൈറ്റർ ഷെയ്ഡ്സിലാണ് രണ്ടും വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ്, അതായത്
നമുക്ക് എപ്പോഴും ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ലൈറ്റർ ടോൺസ് മാത്രം സിൽക്കി കോട്ട വരുന്ന കാരണം കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ ഒരു മിക്സ്ഡ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റും. കാരണം റോയൽ ബ്ലൂവിന്റെ അത്രയും ഒരു ബ്രൈറ്റർ ഷെയ്ഡ് അല്ല, എന്നാൽ നേവി ബ്ലൂ നമുക്ക് വേറെ ഉണ്ട്. നേവി ബ്ലൂവോളം ഡാർക്കറും അല്ലാത്തൊരു ഷെയ്ഡാണ്. ഇതാണ് നേവി ബ്ലൂ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നൊരു റോയൽ ബ്ലൂവിന്റെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ്. അതുപോലെ ഈ സിൽക്കി കോട്ട എല്ലാം നമുക്ക് 5.5 മീറ്റർ മാത്രമായിട്ടാണ് വരുന്നത്. ബ്ലൗസ് പീസ് ഒന്നും അവൈലബിൾ ആവത്തില്ല. എല്ലാത്തിനും റേറ്റ് വരുന്നത് 585 ആണ്. നമുക്ക് ബ്ലാക്ക് ഷെയ്ഡും അവൈലബിൾ ആണ് സിൽക്കി കോട്ടയിൽ ഇപ്പം. അതുപോലെ നമുക്ക് വൈറ്റ് അവൈലബിൾ ആണ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് സിൽക്കി കോട്ടയിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് കാണിക്കാം. ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഡിസ്ക്ലൈമർ ആയിട്ട് പറയുവാണ്, ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന കളേഴ്സ് ബ്ലാക്ക് ഒക്കെ കുഴപ്പമില്ല, ബാക്കി ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇരിക്കുന്നത് ലൈറ്റിന് ഇത് വെച്ച് ചെറിയ വേരിയേഷൻസ് എല്ലാ കളേഴ്സിനും വരും. അതുപോലെ നമുക്ക് ഈ ഒരു കോട്ടൺ ചെക്കോട്ടയ്ക്ക് ബ്ലൗസ് നേരത്തെ തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാ ഷെയ്ഡ്സിനും ബ്ലൗസ് അവൈലബിൾ അല്ല. വളരെ കുറച്ച് ഷെയ്ഡുകൾക്ക്, അതായത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന കളറുകൾക്ക് മാത്രമേ ബ്ലൗസ് ഉള്ളൂ. അത് ആക്ച്വലി നമുക്ക് ബ്ലൗസ് ആയിട്ട് വരുന്നില്ല. ഇപ്പം നിങ്ങൾ സാരി എടുത്ത് ബ്ലൗസ് മുറിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് റെഗുലറായിട്ട് വരുന്ന കളേഴ്സിന് വേണ്ടി മാത്രമേ നമ്മൾ അങ്ങനെ മുറിച്ച് ബ്ലൗസ് ആയിട്ട് എടുത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ബ്ലാക്കിന് ഒന്നും നമുക്ക് ബ്ലൗസ് ഇപ്പം അവൈലബിൾ അല്ല. വൈറ്റ്, ഓഫ് വൈറ്റ്, ബേബി പിങ്ക് അങ്ങനത്തെ ഷെയ്ഡ്സിനൊക്കെ മാത്രമേ നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റും വൈറ്റും ഒക്കെ വീഡിയോയിൽ കാണുമ്പോൾ എക്സാക്ട് സെയിം പോലെ തന്നെ ഇരിക്കും. ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ക്രീമിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. വൈറ്റ് വരുമ്പോൾ പ്യുവർ വൈറ്റ് ആയിട്ട് വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോയിൽ കാണുമ്പോഴത്തേനും രണ്ടും ഒരുപോലെ ഇരിക്കും ചിലപ്പോൾ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത് ഇച്ചിരി ക്രീമിഷ് ആണ്, ഇത് പ്യുവർ വൈറ്റ് ആണ്. ഇച്ചിരിയെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ രണ്ടും കൂടെ വെച്ച് ഒരുമിച്ച് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഗ്രേ ഷെയ്ഡ്. ഗ്രേ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിസൈൻ മീൻസ് സ്റ്റോക്കേ നമുക്കുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. നമുക്ക് ഈ കളേഴ്സ് തീർന്നു കഴിഞ്ഞ് പിന്നെ ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്ന എപ്പോഴാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ ഓർഡർ കൊടുത്താലും ഇത് മാനുഫാക്ചർ ചെയ്ത് വരാനായിട്ട് ചില ഷെയ്ഡ്സ് ഒക്കെ ഒത്തിരി താമസം എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേ ഇപ്പം നമുക്ക് വളരെ ലിമിറ്റഡ് പീസുകൾ ഇരിപ്പുള്ളൂ. തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി അടുത്ത സ്റ്റോക്ക് വന്നാലേ ഗ്രേ വരത്തുള്ളൂ. ഇത് നമ്മുടെ അക്വാ ബ്ലൂ കളറ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ഗ്രീനിഷ് ബ്ലൂ വരുന്ന ഒരു ലൈറ്റർ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇത് നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വന്നത്. കുറേ നാളായിട്ട് ഈ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ അല്ലാതിരുന്നതാണ്, വീണ്ടും നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് നേരത്തെ ഞാൻ വീഡിയോസിലൊക്കെ പറയാം, നമുക്ക് സ്കൈ ബ്ലൂ 2 ഷെയ്ഡ്സിലുണ്ടെന്ന്. ഇതുണ്ട്, ഇപ്പം നമുക്ക് ആ രണ്ടും വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊരു ലൈറ്റർ, ഒരു സൾഫേറ്റ് ബ്ലൂ ഒക്കെ പോലത്തെ ഒരു ലൈറ്റർ ബ്ലൂ ഉണ്ട്, ഡാർക്കർ സ്കൈ ബ്ലൂ ഉണ്ട്. 2 ബ്ലൂ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഡാർക്കർ ബ്ലൂവിന്റെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് തീരാറായിരിക്കുക. പുതിയത് വന്നത് ഈ ഒരു ലൈറ്റർ ബ്ലൂ ആണ്. അപ്പം നമുക്ക് ഇത് തീർന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ലൈറ്റർ മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. മൂവാഷയിലൊക്കെ ആണെങ്കിലും അങ്ങനെ, നമുക്ക് ഇപ്പം ഡാർക്കർ മൂവായില്ല, നേരത്തെ 2 കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും ഈ പറഞ്ഞ സ്റ്റോക്ക് വരുമ്പം ഓരോ പ്രാവശ്യവും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതാണ് ഞാൻ ബ്ലൗസിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചാൽ ചിലപ്പം നെക്സ്റ്റ് വരുന്നത് ലൈറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ബ്ലൗസ് ഈ ഒരു ഷെയ്ഡ്സിനൊന്നും എടുത്ത് കൊടുക്കാത്തത്. ഇത് നമ്മുടെ പൗഡർ ബ്ലൂ നമ്മൾ കോട്ടൺ ചെക്കോട്ടെ പറയുന്ന ഒരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡാണ്. ഇതും ഈ സാരി നമുക്ക് അവൈലബിൾ ആണ്, ബ്ലൗസ് ഇതിന് നമുക്ക് അവൈലബിൾ അല്ല. ഇനി 4 സാരിയിൽ കൂടുതൽ, അതായത് ഇപ്പോൾ ഒരേ കളർ 4 സാരിയിൽ കൂടുതൽ ബ്ലൗസ് സാരീസ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് ബ്ലൗസ് കൊടുക്കാൻ പറ്റും. കാരണം 4 സാരീസ് കൂടുതലാകുമ്പോൾ നമുക്ക് ബ്ലൗസ് മുറിച്ച് ഡെഡ് സ്റ്റോക്ക് ആയി വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇത് ബ്ലൂവിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്, നേവി ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവിൽ തന്നെ ഇപ്പം നമുക്കൊരു 4-5 ഷെയ്ഡ്സ് ഉണ്ട്. അക്വാ ബ്ലൂ തൊട്ട് ഈ ഒരു നേവി ബ്ലൂ വരെ 3-4 ഷെയ്ഡ്സ് നമുക്ക് ബ്ലൂവിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രീനിൽ നമുക്ക് 2 ഷെയ്ഡ്സ് ഉണ്ട്, നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഡാർക്കർ ഗ്രീൻ ഷെയ്ഡും. 2 ഷെയ്ഡ്സാണ് ഗ്രീനിലുള്ളത്. ഇത് രണ്ടും നമുക്ക് നോർമലി മിക്കവാറും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള 2 ഷെയ്ഡ്സ് ആണ്. ഒരു ലൈറ്റർ ഗ്രീൻ ഷെയ്ഡാട്ടോ. നമ്മൾ ഒരു സിൽക്കി കോട്ടയെ കണ്ടതുപോലത്തെ ഒരു പിസ്ത ഗ്രീൻ അല്ല, ഇതിനെ ശരിക്കും നമുക്കൊരു യെലോയിഷ് ഗ്രീനോ അല്ലെങ്കിൽ ലൈം ഗ്രീനോ ഒക്കെ വിളിക്കാവുന്ന ഒരു ഗ്രീൻ ആണ്. പക്ഷെ നമ്മൾ പണ്ടോട്ടെ ഈ ഒരു ഷെയ്ഡ് പിസ്ത ഗ്രീൻ നമ്മൾ കോട്ടൺ ചെക്കോട്ടെ പറയുന്നതാണ്. ആക്ച്വലി ഇതൊരു ഡാർക്കർ ഗ്രീൻ ഷെയ്ഡാണ്, ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു പച്ച ഷെയ്ഡാണ്. അതുപോലെ നമുക്ക് ബേബി പിങ്ക് ഉണ്ട്. ബേബി പിങ്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബ്ലൗസും അവൈലബിൾ ആണ്. നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ബേബി പിങ്ക്. അതുകൊണ്ട് തന്നെ ബേബി പിങ്ക് നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആയിട്ടുണ്ട്. ബേബി പിങ്ക് നമുക്കുണ്ട്. നെക്സ്റ്റ് ടൊമാറ്റോ പിങ്ക് നമുക്ക് ഗ്രേയുടെ കാര്യം പറഞ്ഞതുപോലെ വളരെ ഫ്യൂ ഷെയ്ഡ്സ് കൂടെ ഇനി സാരീസ് കൂടെ ഇനി മിച്ചമുള്ളൂ. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് നാളത്തേക്കും ചിലപ്പോൾ ഈ ഒരു ടൊമാറ്റോ പിങ്ക് തീർന്നു പോകും. അപ്പോൾ നമുക്ക് ടൊമാറ്റോ പിങ്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഓണിയൻ പിങ്കും നമ്മൾ സിൽക്കി കോട്ടെ കണ്ടതുപോലെ ആ ഒരു ഓണിയൻ പിങ്ക് അല്ല, ഇച്ചിരി ഒരു
ഒരു മജന്ത ഷെയ്ഡ് വരുന്നത് പോലത്തെ അല്ലെങ്കിൽ ഒരു വാടാമുല്ല ഷെയ്ഡിനോടൊക്കെ സാമ്യം വരുന്നത് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതിനെ നമ്മൾ ഓണിയൻ പിങ്ക് എന്ന് അറിയപ്പെടുന്നതാണ് ഒരു കോട്ടൺ ചെക്കോട്ടയില്. അതുപോലെ നെക്സ്റ്റ് വരുന്ന 3 ഷെയ്ഡ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ഡിഫറൻസ് ഉള്ള ടൈപ്പ് ഷെയ്ഡ്സ് ആണ്. ഇത് ഫസ്റ്റ് വണിയിരിക്കുന്നത് ചിക്കു ആണ്. ചിക്കു ഷെയ്ഡും ഇത് ലൈറ്റ് പീച്ച് അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡാണ് നടുക്കിയിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഡാർക്ക് പീച്ച്. ഡാർക്ക് പീച്ചും നമുക്ക് കണ്ടാൽ മനസ്സിലാകും, പക്ഷേ ഈ 2 ഷെയ്ഡ്സ് നമുക്ക് കണ്ടാലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടാണ്. അതുപോലെ ഫോട്ടോയിലൊക്കെ ആണെങ്കിലും ഇത് എക്സാക്ട് കളർ കിട്ടാനായിട്ട് പാടുള്ള 2 ഷെയ്ഡ്സ് ആണ്. ഈ ചിക്കു ഷെയ്ഡ് നമുക്ക് നോർമലി വരാറുള്ള ഷെയ്ഡാണ്. എപ്പോഴും എല്ലാ മെറ്റീരിയലും ചിക്കു ഷെയ്ഡ് അവൈലബിൾ ആവാറുള്ളതാണ്. സാൻഡൽ ഷെയ്ഡ് നമുക്ക് അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവാറുള്ളതല്ല. ഇപ്പൊ കുറെ നാളായിട്ട് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ ഉണ്ട്. എന്നാലും ഇത് നമുക്ക് ഒരു ലൈറ്റ് പീച്ച് വരുന്നതുകൊണ്ടിരുന്നത് നേരത്തെ വേറൊരു ഒരു പീച്ചിന്റെ തന്നെ ലൈറ്റർ വേർഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു സാൻഡൽ കളറിലാണ് വരുന്ന ഈ ലൈറ്റ് പീച്ച് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു 3 ഷെയ്ഡ് വരുന്നത്. ലാസ്റ്റ് ആയിട്ട് നമുക്കുള്ളത് ഈ ഒരു മാവ് ഷെയ്ഡ്. നമുക്ക് നേരത്തെ ഡാർക്ക് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നതിന്റെ ലൈറ്റർ വേർഷൻ ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ആ ഡാർക്കർ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ തീർന്നു. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റർ ഷെയ്ഡാണ് പുതിയ സ്റ്റോക്കിലുണ്ടായിരുന്നത്. ലൈറ്റർ ഷെയ്ഡ് ആയതുകൊണ്ട് ലൈറ്റർ ആയിട്ടുള്ള ഈ മാവ് ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള. ഒത്തിരി എൻക്വയറീസ് നമുക്ക് ലെമൺ യെല്ലോ, ലാവൻഡറും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ലെമൺ യെല്ലോയും ലാവൻഡറും ഒക്കെ തീർന്നിരിക്കുവാണ്. നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റോക്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും വീഡിയോയിലും അതുപോലെ സ്റ്റാറ്റസിലും അതുപോലെ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ അറിയിക്കാം. അപ്പം ഇത്രയും ഷെയ്ഡ്സ് നമുക്ക് ഇപ്പം ഈ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഷെയ്ഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.